ഹലോ, വെൽക്കം ടു ഏഞ്ചൽസ് ഫുഡ് ആൻഡ് ക്രാഫ്റ്റ്. ഇന്ന് നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള റാഗി ഇടിയപ്പം റെഡി ആക്കിയാലോ. അപ്പോൾ അതിനുവേണ്ടി 1 കപ്പ് റാഗിപ്പൊടി ഞാനൊരു ബൗളിലേക്ക് എടുക്കുന്നുണ്ട്. ഇത് നമുക്കിനി വെള്ളം ചേർത്ത് കുഴച്ചെടുക്കണം. അപ്പോൾ അതിനുവേണ്ടി ഒരു സോസ് പാനിലേക്ക് 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം ഓൺ ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 1 ടീസ്പൂൺ നെയ്യ് കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നെയ്ക്ക് പകരം നമുക്ക് കുക്കിംഗ് ഓയിലും എടുക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ വെള്ളമൊക്കെ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നേരെ എടുത്ത് നമ്മുടെ റാഗി പൊടിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ചൂടുവെള്ളം ചേർത്തേക്കുന്നതുകൊണ്ട് തന്നെ നമ്മളൊരു സ്പൂണോ ഫോർക്കോ കൊണ്ട് നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്ത് ചേർത്ത് വയ്ക്കാം. ഇങ്ങനെ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്കൊരു 10 മിനിറ്റ് ഇതൊന്ന് മൂടി മാറ്റി വയ്ക്കാം. ഈ സമയത്ത് നമ്മുടെ ഇടിയപ്പത്തിൻ്റെ അച്ചും തട്ടും ഒക്കെ നമുക്കൊന്ന് ഓയിൽ ഗ്രീസ് ചെയ്ത് വയ്ക്കാം. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കൈകൊണ്ട് തന്നെ നല്ലപോലെ ഇതൊന്ന് കുഴച്ചെടുക്കാം. കയ്യിൽ കുറച്ച് നെയ്യ് ഒന്ന് തടവിയതിന് ശേഷമാണ് ഇതേപോലെ ഒന്ന് കുഴച്ചെടുക്കുന്നത്. ഇനി നമുക്ക് ഇതിൽ നിന്ന് ആവശ്യത്തിന് മാവെടുത്ത് നമ്മുടെ ഇടിയപ്പത്തിൻ്റെ അച്ചിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് തന്നെ നമ്മുടെ ഇടിയപ്പത്തിൻ്റെ പാത്രം ആവി കയറാനായിട്ട് ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഇടിയപ്പം റെഡിയാക്കി തുടങ്ങാം. അപ്പോൾ തട്ടിൽ ആദ്യം തന്നെ കുറച്ച് തേങ്ങ ചിരകിയത് ഇതേപോലെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇടിയപ്പത്തിൻ്റെ അച്ച് ഇതേപോലെ കറക്കി ഓരോ ഇടിയപ്പം നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം. ചൂടുവെള്ളം ചേർത്തേക്കുന്നതുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവാണ്. നമുക്ക് സാധാ ഇടിയപ്പം ഉണ്ടാക്കുന്നത് പോലെ തന്നെ വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് റെഡിയാക്കി എടുക്കാനായിട്ടും സാധിക്കും. നമ്മുടെ ഷുഗർ പേഷ്യൻസിനും അതുപോലെ തന്നെ ഡയറ്റ് നോക്കുന്നവർക്കൊക്കെ കഴിക്കാൻ പറ്റിയൊരു ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണിത്. ഇപ്പോൾ നമ്മുടെ 2 തട്ട് ഇടിയപ്പത്തിൻ്റെ സെറ്റും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ആവിയിൽ വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ഇടിയപ്പത്തിൻ്റെ പാത്രമൊക്കെ ആവി കയറി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ തട്ട് വെച്ച് കൊടുക്കാം. മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് ഏകദേശം 7 മിനിറ്റിൽ നമുക്കിത് കുക്കായി കിട്ടും. ഇപ്പോൾ നമ്മുടെ റാഗി ഇടിയപ്പമൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് എടുത്ത് ചൂടാറാനായിട്ട് വെക്കാം. ചൂടാറിയതിന് ശേഷം നമുക്കിതേപോലെ മറിച്ചിട്ട് ഡിമോൾഡ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ നല്ല സോഫ്റ്റും ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള റാഗി ഇടിയപ്പമൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് തേങ്ങാപ്പാലിൻ്റെ ഒപ്പം കഴിക്കാവുന്നതാണ്. അല്ലെങ്കിൽ കടലക്കറി, ഗ്രീൻ പീസ് കറി, ചിക്കൻ കറിയുടെ ഒപ്പവും അടിപൊളി കോംബോയാണ്. അപ്പോൾ ഈ ഹെൽത്തി ആയിട്ടുള്ള റാഗി ഇടിയപ്പം എല്ലാവരും തന്നെ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. അടുത്തൊരു റെസിപ്പി ആയിട്ട് കാണുന്നവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.